KM ഫ്ലോറിംഗ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീട്ടിൽ ടൈൽസ് വർക്ക് തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം വർക്കേഴ്സ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൻ്റെ പാർട്ട് 1 ആയിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അത് കാണാം. ഫ്ലോർ പ്രോപ്പറായി ക്ലീൻ ചെയ്ത് അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ റൂമിലും വാട്ടർ ലെവൽ നോക്കിയതിന് ശേഷം ഓരോ റൂമിലേക്കും വേണ്ടത്ര എംസാൻഡ് ഷിഫ്റ്റ് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. പിന്നെ മട്ടി കൂട്ടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിമൻറ്റ് യാതൊരു കാരണവശാലും കുറയ്ക്കരുത്. സിമൻറ്റിൽ ഒരു കാരണവശാലും കുറവ് വരുത്തരുത്. അത് അതിൻ്റെ ഡ്യൂറബിലിറ്റി തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എംസാൻഡും സിമൻറ്റും നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം അതെല്ലാം കൂടി ഒരു ഭാഗത്ത് കൂട്ടി വയ്ക്കുക. ബാക്കിയുള്ള ഭാഗം അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഫ്ലോർ നന്നായി നനയ്ക്കണം, വെള്ളം ഒഴിച്ച് നനയ്ക്കുക. ഇത് ഗ്രൗട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നനച്ചതിന് ശേഷം സിമൻറ്റ് ഇട്ടിട്ട് വേണം ഗ്രൗട്ടിങ് ചെയ്യാൻ. അല്ലാതെ ഒരു കാരണവശാലും ഗ്രൗട്ട് കലക്കിയിട്ട് ഡയറക്റ്റായിട്ട് ഫ്ലോറിൽ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഫ്ലോറിലേക്ക് ആ നനവ് ഇറങ്ങി അത് നല്ലൊരു പിടുത്തം ബോണ്ടിങ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം പരുക്കാനിൽ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡോക്ടർ ഫിക്സറ്റിൻ്റെ 100 LW+ സൂപ്പർ എന്നുള്ള പ്രൊഡക്റ്റാണ്. 101 LW എന്നുള്ളത് കോൺക്രീറ്റിൽ മിക്സ് ചെയ്യുന്നതാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. 100 LW+ എന്നുള്ളത് എല്ലാ സാൻഡിലേക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ്, അത് തന്നെ ധാരാളം. അത് ഒരു ചാക്ക് സിമെൻറ്റിന് 200 ml അതിന് കണക്ക് വരുന്നത്. അത് ഇതുപോലെ ബക്കറ്റിൽ മിക്സ് ചെയ്തിട്ട് മട്ടിയിൽ അത് നനച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രോങ് അതിനനുസരിച്ച് നമുക്കത് കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നെ വാട്ടർ ലെവൽ നോക്കിയതിൽ ഏറ്റവും കൂടുതൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോർ എവിടെയാണോ അവിടെ നിന്ന് ഏറ്റവും മിനിമം മട്ടിക്കനം കണ്ടതിന് ശേഷം ആ കനം എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മാലിട്ട് മട്ടി വലിക്കുമ്പോൾ മട്ടിയിൽ നനവ് കുറവില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം പഴയ പോലെ ഗ്രൗട്ടിലല്ല നമ്മൾ ഈ ടൈൽ വർക്ക് ചെയ്യുന്നത്, ഇത് അഡസീവലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നനവ് മട്ടിയിലുണ്ടായിരിക്കണം. മട്ടിയിൽ നനവ് കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഞങ്ങൾ ചെയ്ത സമയത്ത് ഒരു റൂമിൽ സിമൻറ്റും അതുപോലെ തന്നെ നനവും നല്ലതുപോലെ കൂടി. അപ്പോൾ അത് വർക്ക് മട്ടി വലിച്ച് ഫിനിഷ് ചെയ്ത് വരുമ്പോഴേക്കും നല്ലതുപോലെ മിനുസമായിട്ടുള്ളൊരു സ്റ്റേജിലെത്തി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്തായാലും നമുക്ക് ഡയറക്റ്റായിട്ട് അഡസീവ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു ബോണ്ടിങ് അത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ തേപ്പ് പോലെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ലതുപോലെ അത് മട്ടി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ലതുപോലെ ഗ്രിപ്പ് ചെയ്തു. അപ്പോൾ എങ്കിൽ മാത്രമേ ആ ഒരു ബോണ്ടിങ് കറക്റ്റായിട്ട് വരുള്ളൂ. കാരണം അല്ല മിനുസുള്ളൊരു പ്രതലത്തിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അഡസീവ് നല്ലൊരു അഡസീവ് ആണെങ്കിലും അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരണമെങ്കിൽ ഇതുപോലെ ഗ്രിപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഈ വീട്ടിലെ സ്റ്റെയർ കേസിൻ്റെ വർക്ക് വരുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, നിങ്ങളധികം ആരും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വർക്കാണ്. ആ ടൈം ആകുമ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ 3ാമത്തെ പാർട്ട് തീർച്ചയായും കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് മഹേഷ് ഫ്രം പാലക്കാട്.